Hi, hello, welcome back to our channel, My Cooking Stories. ഇന്നത്തെ വീക്കെൻഡിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ ഒരു ടർക്കിഷ് ചിക്കൻ കബാബിൻ്റെ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കബാബ് നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ പോയിട്ട് അവിടെ ഗ്രില്ല് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടർക്കിഷ് ചിക്കൻ കബാബ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോൺലെസ് മാത്രം വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതിലേക്ക് ആദ്യം തന്നെ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്, പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പട്ട പൊടിച്ചത് വേണം. 2-3 കഷ്ണം പട്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പാപ്രിക്ക പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു 2-3 മണിക്കൂർ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം കബാബിൻ്റെ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ. നമ്മൾ ഇന്ന് ഈ ഒരു കബാബ് ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ പോയിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാനാണ് ഇന്നത്തെ ഒരു വീക്കെൻഡ് പ്ലാൻ. നമ്മുടെ വേറെ ഫാമിലിയും കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ പോവാണ്. ആവശ്യമുള്ള വെജിറ്റബിൾസ് ഉണ്ട്, കുക്കുംബർ, തക്കാളി, പിന്നെ ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ സോസും അലൂമിനിയം ഫോയിൽ, അങ്ങനെ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് പാക്ക് ചെയ്തിട്ട് നമുക്ക് പാർക്കിൽ വെച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തിന് 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു വീട്ടിലേക്ക്. അപ്പോൾ നമ്മളിതാ ഈ ഒരു വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവർ വീടിൻ്റെ ബാക്കിൽ ഇവർക്ക് ചെറിയ രീതിയിലൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കൂട്ടുകാരൻ അക്ഷയുടെ വീടിന്റെ ബാക്ക് യാർഡിലാണ്. ഇവർക്ക് ഇവിടെ കുറെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് കുറച്ച് ഇവിടെ നേരത്തെ പയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ കുറെ പയറൊക്കെ പറിച്ചിട്ടുള്ളതാണ്. വിന്റർ ആയതിന്റെ പേരിൽ കുറച്ച് ചെടികളൊക്കെ ഇപ്പൊ പോയിട്ടുണ്ട്. എന്നാലും നമുക്കിവിടെ കുറച്ച് ചെടികളൊക്കെ കാണാം. അതെല്ലാം അവർ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പരിപാടികളൊക്കെ. ഇതെനിക്ക് തോന്നുന്നു മല്ലിയിലയാണ്. മല്ലിയില, പുതിനയുണ്ട്, പിന്നെ മുളക്, പിന്നെ ഇവിടെ പപ്പായ ഉണ്ട്. പപ്പായയില് കായ കിടപ്പുണ്ട്, കണ്ടോ, പപ്പായൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറെ പലതരം മുളകുകളൊക്കെ കാണാം. എനിക്ക് തോന്നുന്നു ഇവിടെ മറ്റേ നമ്മുടെ നാട്ടിലെ ചുവന്ന മുളക് ഉണ്ടായിരുന്നു, പച്ചമുളക്, പിന്നെ കാന്താരി, നാട്ടിലെ കാന്താരി മുളകുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ബേർഡ്സ് എന്നൊരു വെറൈറ്റി മുളകുണ്ട്. പിന്നെ എനിക്കാണ് ഇത് ആലുവേരയാണ്. ഇത് സ്പ്രിംഗ് ഓണിയൻ, ഇത് നമ്മുടെ നാട്ടിലെ തനി നാടൻ വേപ്പില. പിന്നെ ഇത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, ഇത് നമ്മുടെ പനിക്കൂർക്ക. നമ്മൾ ഈ ജലദോഷം തുമ്മലൊക്കെ വരുമ്പോഴത്തേക്കും പിള്ളേർക്ക് കൊടുക്കുന്നതാണത്, ചുമയൊക്കെ വരുമ്പോഴത്തേക്കും. പിന്നെ ഇത് പേരയാണ്. ഇതുണ്ട്, ഇത് കരിമ്പാണിത്, കരിമ്പ്. ഇവർക്ക് ഇവിടെ കുറെ കൃഷി കുറെ ഉണ്ട്. ഇത് ഇവിടെ മറ്റേ മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു, മുന്തിരി, പാവയ്ക്ക ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ വിന്റർ ആയതിന്റെ പേരിലെല്ലാം കാണാം ഉണങ്ങിപ്പോയതാണ്. ഇതൊക്കെ ഈ ഇലയൊക്കെ കൊഴിഞ്ഞെല്ലാം ഉണങ്ങിപ്പോയതാണ്. പിന്നെ നമുക്കിവിടെ മുരിങ്ങയുണ്ട്. മുരിങ്ങ. പിന്നെ ഇത് മൽബറി ആണ്, മൽബറി.
ഇതൊക്കെയാണ് ഇവിടുത്തെ ബാക്ക് യാർഡിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പാർക്കിൽ പോയിട്ട് ഫുഡ് അടിക്കാം, വിശക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഗ്രില്ല് ചെയ്യുന്ന ഒരു സ്ഥലമുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ പാർക്ക് ഉണ്ട്, അത് കുറച്ച് നീങ്ങിയിട്ടാണ് ആ പാർക്കും കുട്ടികളെ കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഗ്രില്ല് ചെയ്യാൻ മാത്രമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് എത്തി, നമ്മൾ ഗ്രില്ലിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഗ്രിൽ ചെയ്യുന്ന മെഷീനും ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. How about this one? നമ്മൾ ചിക്കൻ തുറന്നിട്ട് സ്ക്യൂവറിലേക്ക് എടുക്കാം, അല്ല സ്ക്യൂവറിലേക്ക് വെക്കാം. നമുക്ക് എന്തായാലും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ കബാബ് പീസുകൾ അതിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് മറിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം, എന്നാലും അത് ഭയങ്കര ഡ്രൈ ആയിപ്പോവും. ഇവിടെയുള്ള മിക്ക പാർക്കുകളും നിങ്ങൾക്ക് കാണാം, ഇതുകൊണ്ട് ബാർബിക്യൂ ചെയ്യുന്ന മെഷീൻസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫങ്ഷനിങ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഈ സ്വിച്ച് ജസ്റ്റ് നെക്കിയാൽ മതി, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. ഇതിപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ്, അത് 10 മിനിറ്റ് ഓണായിരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓഫ് ആവും. പിന്നെ ടെമ്പറേച്ചർ കുറവ് വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വീണ്ടും അത് ഓണായി വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ ഇവിടെയുള്ള മിക്ക പാർക്കുകളിലുണ്ട് ഈ സംഭവം. നോർമലി എല്ലാവരും വീക്കെൻഡിലൊക്കെ വന്ന് ഇതുപോലെ ഫാമിലി ഗെറ്റ് ടുഗദർ പോലെയൊക്കെ വന്നിട്ട് ഈ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇവിടെ നിന്ന് സോസേജ്, ഇതുപോലെ ചിക്കൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഇത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ അടുത്തൊരാൾ വരുമ്പോഴത്തേക്കും അവർക്ക് റെഡി ടു യൂസ് ആയിട്ടുള്ളൊരു രീതിയിലാക്കി വെച്ചിട്ടായിരിക്കും എല്ലാവരും പോകുന്നത്. ഹായ് ഹായ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുക്കാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഇത് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ.
പക്ഷേ നല്ല ടേസ്റ്റുള്ളൊരു കബാബാണിത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഇത് അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് വേണമെങ്കിൽ ഹുമ്മൂസോ അല്ലെങ്കിൽ മയണീസോ അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ്, ടൊമാറ്റോ സോസ് ഒക്കെ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളിവിടെ കുബൂസാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും. ഇത് അധികം എരിവില്ലാത്തതുകൊണ്ട് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു ഈവനിങ് ആയിരുന്നു ഇത്. ഫ്രണ്ട്സിനെ കയറ്റി നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു ഇത്. അപ്പം ഈ പാർക്കിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ വേറൊരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്